കൃപാസന. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ആത്മാവുള്ള മനുഷ്യൻ ആരാണ്? ആത്മാവ് നഷ്ടമായ മനുഷ്യൻ ആരാണ്? ദൈവത്തിൽ ജീവിക്കുന്ന മനുഷ്യനെയാണ് ആത്മാവുള്ള മനുഷ്യൻ എന്ന് നമ്മൾ പറയുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലാണ് 8-ാമത്തെ അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നത്. വളരെ ശ്രദ്ധേയമാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. പൗലോസ് പറയും, ഇനിയും നിങ്ങളെ ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് വഴിയാണ് ദൈവത്തെ ആബാ പിതാവേ എന്ന് നാം വിളിക്കുന്നത്. സഹോദരങ്ങളെ, ആത്മാവ് ഉള്ള മനുഷ്യന് ഏറ്റവും ചുരുങ്ങിയത് 2 പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, ആത്മാവുള്ളവന് ജീവനുണ്ട്. ദൈവത്തിൻ്റെ വചനം തന്നെ അങ്ങനെയാണല്ലോ. ഇതാ ആത്മാവ് ജീവൻ തരുന്നു. നമുക്കറിയാം, സൃഷ്ടവസ്തുക്കളെ എല്ലാം ദൈവം രൂപപ്പെടുത്തുമ്പോൾ ഉണ്ടാകട്ടെ എന്നുള്ളൊരു വചനം അയച്ചുകൊണ്ടാണ് എല്ലാ വസ്തുക്കളെയും ദൈവം രൂപം കൊടുക്കുന്നത്. എന്നാൽ മനുഷ്യൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ പോളിസിയിൽ ഒരു വ്യത്യാസം വരുത്തുകയാണ്. കാരണം തൻ്റെ സദൃശ്യമായിരിക്കണം അവന്, തൻ്റെ ഛായയായിരിക്കണം. അതുകൊണ്ട് ഒരു നല്ല കുശവനെ പോലെ മണ്ണെടുത്ത് മെനഞ്ഞ് പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കി ഇത് എൻ്റെ രൂപവും എൻ്റെ സദൃശ്യവുമാണെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് ഇതാ ദൈവം ജീവൻ, തൻ്റെ തന്നെ ജീവൻ അവനിൽ നിക്ഷേപിക്കാനായി അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഊതുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, ദൈവത്തിൽ ജീവിക്കുന്ന ജീവൻ തന്നെയാണ് എന്നിലും നിങ്ങളിലും ജീവിക്കുന്ന ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാവുള്ള മനുഷ്യൻ ഇതാ ജീവനുള്ള മനുഷ്യനാണ്. പൂഴി അല്ലെങ്കിൽ മണ്ണ് എന്നുള്ള വാക്കിന് ഹീബ്രുവിൽ അദാമ എന്നാണ് പറയുന്നത്. അദാമയിൽ നിന്ന് ആദത്തെ രൂപം കൊടുത്തു. അദാമയെ കുഴച്ചെടുത്ത് അദാമയുടെ നാസാരന്ധ്രങ്ങളിൽ ഊതി ദൈവം ആദത്തിന് രൂപം കൊടുത്തു. ഈ ജീവൻ, ഈ ആത്മാവ് നഷ്ടമായാൽ പിന്നെ നമ്മൾ ജഡത്തിലേക്ക്, വെറും പൂഴിയിലേക്ക് അധപതിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ നാട്ടിൽ, പ്രത്യേകമായി മലയാളം ഭാഷയിൽ നമ്മൾ പറയാറുണ്ട്, ഒരാൾ മരിച്ചു എന്നുള്ളതിന് അവൻ്റെ കാറ്റ് പോയി എന്നുകൂടി പറയാറുണ്ട്. അവൻ്റെ കാറ്റ് പോയി. എന്താ ഇതിൻ്റെ അർത്ഥം? ദൈവം ഒരാളിൽ നിക്ഷേപിച്ച ഒരു കാറ്റ്, ഒരു ജീവൻ, ഒരാത്മാവ്, അത് നശിച്ചു പോയാൽ പിന്നെ അവൻ വെറും ജഡമാണ്, വെറും പൂഴിയാണ്, വെറും മണ്ണാണ്. സഹോദരങ്ങളെ, നമ്മുടെ കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഇതാ ഒരു മനുഷ്യൻ ധാരാളം പൈസയൊക്കെ ശേഖരിച്ച് വെച്ച് തൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു നല്ല ഒരു ഷൂ വാങ്ങണം. അങ്ങനെ പൈസയൊക്കെ കളക്ട് ചെയ്ത് ഒരുവിധമൊക്കെ കാശാക്കി ആയിക്കഴിഞ്ഞപ്പോൾ മാർക്കറ്റിൽ പോയി നല്ല ഒരു ലെതറിൻ്റെ ഷൂ വാങ്ങിച്ചു. ലെതറിൻ്റെ ഷൂ ഒക്കെ വാങ്ങിച്ച് അദ്ദേഹം വളരെ മനോഹരമായിട്ട് നാട്ടിലെ ഇതാ ഒരു ഇടവഴിയിലൂടെ നടന്നു പോകുന്ന സമയത്താണ് വലിയ മഴ വന്നു. വലിയ മഴ വന്നപ്പോൾ അയാൾക്ക് കയറി നിൽക്കാൻ എങ്ങുമില്ല. അയാൾക്ക് വലിയ വിഷമമായിട്ട് മാറിയത് തൻ്റെ കാലിലെ ഷൂ ആകെ നനഞ്ഞ് മോശമായി പോകുമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ്. മാത്രവുമല്ല, നാട്ടിലെ വഴി അനുസരിച്ച് ഒരുപാട് ചെളിയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചെളിയിൽ ഷൂ എങ്ങാൻ പതിഞ്ഞു പോയി കഴിഞ്ഞാൽ തൻ്റെ ഷൂ മോശമാകുമല്ലോ എന്ന് ഓർത്ത് അയാൾ വല്ലാതെ വിഷമിച്ചു. അങ്ങനെ ആ ഷൂ എടുത്ത് അയാൾ സ്വന്തം കയ്യിൽ വെച്ച്, സ്വന്തം കയ്യിൽ 2 കയ്യിലും ഷൂ പിടിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഇതെവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റും. അങ്ങനെ നോക്കിയപ്പോൾ കുറച്ചുകൂടി ദൂരം മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒരു ചെറിയ കുടിൽ കണ്ടു, ചെറിയൊരു വീട് കണ്ടു. അവിടെ ചെന്ന് ചേട്ടത്തിയോട് ചോദിച്ചു, ചേട്ടത്തി, വലിയ മഴയാണ് പുറത്ത്, എൻ്റെ ചെരുപ്പ് മേടിച്ചിട്ട് അധികം നാളായില്ല, ഈ ചെരുപ്പ് കുറച്ച് ദിവസത്തേക്ക് ഇവിടെ വെച്ചേക്കാവോ? മഴ ചിലപ്പോൾ 2-3 ദിവസം നീളാൻ സാധ്യതയുണ്ട്. മഴ മാറിക്കഴിയുമ്പോൾ ഞാൻ വന്ന് ആ ഷൂ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ആ ചേട്ടത്തി വാങ്ങി ഷൂ അതിൻ്റെ അകത്ത് വെച്ചു. ഇതാ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ ആ നാട്ടിൽ ഒരു മനുഷ്യൻ മരിച്ചു പോകുന്നു. ഒരാൾ മരിച്ചുപോയി. അയാളുടെ ശവമഞ്ചവും പേറിക്കൊണ്ട് ഏതാനും പേര്, പുറകിൽ വൈദികരും
ധൂപമാട്ടുന്ന ശുശ്രൂഷകരും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് സെമിത്തേരിയിലേക്ക്. ഇടവഴിയിലൂടെ പോകുന്നതിൻ്റെ നേരത്ത് വലിയൊരു പേമാരി വന്നു. പേമാരി വന്നപ്പോൾ ധൂപക്കുറ്റിക്കാരൻ ഉൾപ്പെടെ സകല വിധത്തിലുള്ള ജനങ്ങളും ശവസംസ്കാരത്തിന് പ്രദക്ഷിണമായി പോയവരൊക്കെ പലയിടങ്ങളിൽ കയറി ഓടി ഒളിച്ച്. അവസാനം ശേഷിക്കുന്നത് ഈ ബോഡി പിടിച്ചുകൊണ്ട് ശവം പിടിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ മാത്രമാണ്. ഇങ്ങനെ ബോഡി പിടിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, നമ്മൾ ഈ ബോഡി വെച്ച് ഇനിയും ഏതാനും ദൂരം പിന്നിട്ടെങ്കിൽ മാത്രമാണ് സെമിത്തേരിയിൽ നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ അത്രയും സമയം നമുക്ക് മഴ കൊണ്ട് പോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അവർ ചുറ്റുവട്ടത്ത് നോക്കിയത് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാനായിട്ട് പറ്റുമോ. അപ്പോൾ നോക്കിയപ്പോൾ ഇതാ ഒരു ചെറിയ കുടിൽ കാണുന്നു. ആ വീട്ടിലേക്ക് അവർ ചെന്നിട്ട് ചോദിച്ചു, ചേട്ടത്തി, ഞങ്ങളുടെ കയ്യിൽ ഒരു ബോഡിയുണ്ട്, ഈ ശവം ഈ ബോഡി ഇവിടെ ഒന്ന് വെച്ചേക്കാവോ ഏതാനും ദിവസത്തേക്ക്. അവർ പറഞ്ഞു, സഹോദരങ്ങളെ, അതെങ്ങനെയാണ് പറ്റുന്നത്? ഒരു ശരീരം 2-3 ദിവസത്തേക്ക് വീട്ടിലെങ്ങനെയാണ് വെക്കുന്നത്? അവർ ആകപ്പാടെ വിഷമിച്ചു. സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം ഓർക്കണം. ജീവൻ അറ്റുപോകുന്ന, ആത്മാവ് അറ്റുപോകുന്ന ഒരു ശരീരത്തിന് ഒരു വള്ളിച്ചെരുപ്പിൻ്റെ വില പോലുമില്ല. ഒരു ചെരുപ്പിൻ്റെ വില പോലുമില്ല ആത്മാവും നഷ്ടമായ ഏറ്റവും വലിയ ധനാഢ്യൻ്റെ ബോഡിക്ക് പോലും. എന്ന് പറഞ്ഞാൽ ജീവൻ നിക്ഷേപിക്കപ്പെട്ടത് നമ്മളിൽ നിന്ന് എപ്പോൾ അണഞ്ഞു പോകുന്നുവോ അപ്പോൾ നമ്മൾ മണ്ണിൻ്റെ ഭാഗമാകുന്നു, വെറും ജഡത്തിൻ്റെ ഭാഗമാകുന്നു. ജീവൻ നഷ്ടമായാൽ മൂല്യമില്ലാത്ത മനുഷ്യരാണ് ഞാനും നിങ്ങളുമെന്നുള്ള ചിന്ത സഹോദരങ്ങളെ നമ്മുടെ ഉള്ളിൽ പിടിക്കണം. അപ്പോൾ ആത്മാവും നഷ്ടമാകുന്ന മനുഷ്യന് ഉള്ള ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത് അവൻ മരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ആത്മാവ് നഷ്ടമായവർ ചിലർ ജീവിക്കാറുണ്ട്. ആ ജീവിതം എന്ത് ജീവിതമായിരിക്കും? അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം. അത് വലിയ അഭിഷേകമുള്ള ആത്മാവുള്ള മനുഷ്യൻ വെറും അഭ്യാസിയുടെ തലത്തേക്ക് അധപതിക്കുന്നു എന്നുള്ളതാണ് ആത്മാവ് നഷ്ടമായി ജീവിക്കുന്ന മനുഷ്യരുടെ പ്രത്യേകത. അപ്പോൾ ആത്മാവ് നഷ്ടമായാൽ ചിലർ മരിച്ചു പോകുന്നു, മറ്റ് ചിലരാകട്ടെ അഭിഷേകമുള്ളവർ വെറും അഭ്യാസിയുടെ തലത്തേക്ക് അധപതിക്കുന്നു. നമുക്കറിയാം, എല്ലാ മനുഷ്യരിലും പ്രത്യേകിച്ചും ക്രിസ്തുവിൻ്റെ നാമം ഏറ്റുപറയുന്ന സകലരിലുമുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ്. ആത്മാവ് കടന്നു വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് വ്യത്യസ്തമായ വിധത്തിലാണ് അവനെ രൂപപ്പെടുത്തുന്നതും അവനെ മുന്നോട്ട് നയിക്കുന്നതും. വിശുദ്ധമായ കർമ്മങ്ങളിൽ, കുദാശകളിലാണ് നമ്മൾ ഈ ആത്മാവിനെ സ്വീകരിക്കുന്നത്. മാമോദീസായിലൂടെ സ്വീകരിക്കുന്നു, സ്ഥൈര്യലേപനത്തിലൂടെ സ്വീകരിക്കുന്നു, പൗരോഹിത്യത്തിലൂടെ സ്വീകരിക്കുന്നു. ഇങ്ങനെ ഒട്ടേറെ കുദാശകളിലൂടെ നൽകപ്പെടുന്ന ആത്മാവിനെ നമ്മൾ ശക്തിപ്പെടുത്താറുണ്ട്. ആത്മാവ് കടന്നു വരുമ്പോൾ പലരിലും കൗദാശികമായി ഒരുപാട് ആഘോഷങ്ങളിലൂടെയാണ് കടന്നു വരുന്നതെങ്കിലും ആത്മാവ് നമ്മളെ വിട്ടുപോകുന്നത് നമ്മൾ ആരും ചിലപ്പോൾ അറിയണമെന്ന് നിർബന്ധമില്ല. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, ആരാണ് അഭിഷിക്തൻ എന്ന് പറയുന്ന വ്യക്തി? അഭിഷിക്തൻ എന്ന് പറയുന്നത് ഒരു വൈദികനാകണമെന്ന് നിർബന്ധമില്ല, ഒരു പിതാവാകണമെന്ന് നിർബന്ധമില്ല. സത്യത്തിൽ ദൈവാത്മാവിനെ സ്വീകരിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളും അഭിഷേകമുള്ളവർ തന്നെയാണ്. ഏതൊരു വിശ്വാസിയും അഭിഷേകമുള്ളവർ തന്നെയാണ്. എന്നാൽ അഭിഷേകത്തിൻ്റെ തലത്തിന് വ്യത്യാസം വരാറുണ്ട്. ഒരു കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറുന്നത് പോലെയാണ് അഭിഷേകത്തിൽ മനുഷ്യർ വളരുന്നത്. അപ്പോൾ അഭിഷേകത്തിൽ വളർന്ന മനുഷ്യൻ അധപതിക്കുമ്പോൾ ആ വീഴ്ചയുടെ ആഘാതവും വർദ്ധിക്കും. അതുകൊണ്ടാണ് ഒരു അൽമായ സഹോദരൻ വീഴുന്നതിനേക്കാൾ എത്രയോ ആഘാതമാണ് ഒരു വൈദികൻ വീഴുമ്പോൾ ഉണ്ടാകുന്നത്, ഒരു വചനപ്രഘോഷകൻ വീഴുമ്പോൾ ഉണ്ടാകുന്നത്. ഇതാ, ആത്മാവ് നഷ്ടമായാൽ വെറും അഭ്യാസിയായിട്ട് മാറും. ഒരു വൈദികനിലേക്ക് കടന്നു വരിക. ഒരു വൈദികനിൽ ദൈവത്തിൻ്റെ ആത്മാവ്, പ്രത്യേകിച്ചും മാമുദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും പൗരോഹിത്യത്തിലൂടെയും നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവിൻ്റെ ശക്തി അദ്ദേഹം എല്ലാ കാലത്തും ഉജ്ജ്വലിപ്പിച്ച് മുന്നേറേണ്ട വ്യക്തിയാണ്. പക്ഷേ ഈ ആത്മാവ് ചില സമയങ്ങളിൽ അയാളിൽ കെട്ടുപോയി എന്നിരിക്കാം. ആത്മാവ് കെട്ടുപോയാലും അദ്ദേഹം ഇന്നലെ അർപ്പിച്ച ബലി ഇന്നും അർപ്പിക്കും, ഇന്ന് അർപ്പിച്ച ബലി നാളെയും അർപ്പിക്കും, എല്ലാ കർമ്മങ്ങളും അർപ്പിക്കും. പക്ഷേ ഇതാ, ചെയ്യുന്ന കർമാനുഷ്ഠാനങ്ങളിൽ, ചെയ്യുന്ന ആചാരങ്ങളിൽ ആത്മാവ് നഷ്ടമാകുന്നു, ആത്മാവ് കെട്ടുപോകുന്നു. അപ്പോൾ
ഏത് തലത്തിലേക്കാണ് അധപതിക്കുന്നത്? വെറും അഭ്യാസിയാകുന്നു, വെറും ഗോഷ്ഠികൾ ചെയ്യുന്ന വ്യക്തികളാകുന്നു. ഒരു വചനപ്രഘോഷകൻ ഇന്നലെ ആത്മാവിൻ്റെ പ്രത്യേകമായ അഭിഷേകത്തിൽ പ്രസംഗിക്കുന്നു, എന്നാൽ അവൻ പോലും അറിയാതെ ഒരു ദിവസം അവനിൽ നിന്നും ആത്മാവ് അകറ്റപ്പെടുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇന്നലത്തേത് പോലെ തന്നെ അയാൾ ഇന്നും പ്രസംഗിക്കും, പക്ഷേ വെറും അഭ്യാസിയുടെ കണക്കേ ആയിരിക്കും അയാൾ ചെയ്തു കൂട്ടുന്നത്. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും മനോഹരമായി ഇത്തരം ഒരു കാര്യം ചിത്രീകരിക്കുന്നത് ഏറ്റവും അനുഗ്രഹീതനും ശ്രേഷ്ഠനുമായ സാംസന്റെ സംഭവത്തിലൂടെയാണ്. സാംസനെ ബൈബിൾ പരിചയപ്പെടുത്തുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിലാണ്. വളരെ കാലം കുഞ്ഞുങ്ങളില്ലാതെ വളർന്ന ഒരു ജീവിത പശ്ചാത്തലമാണ് സാംസന്റെ പിതാവായ മനോവയ്ക്കും അവൻ്റെ അമ്മയ്ക്കുമുള്ളത്. സഹോദരങ്ങൾ, അവർ ഒരുപാട് കാലം പ്രാർത്ഥിച്ചിട്ടാണ് സാംസൺ എന്ന് പറയുന്നൊരു കുഞ്ഞിനെ ഉണ്ടാകുന്നത്. കുഞ്ഞിനെ ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്ത ഉടനെ തന്നെ 2 നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. ഒന്ന്, അവൻ നാസീർ വ്രതക്കാരനായതുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി പ്രത്യേകം മാറ്റി വയ്ക്കപ്പെട്ടവനായതുകൊണ്ട് അവൻ്റെ മേൽ ക്ഷൗരക്കത്തി വെക്കരുത്, അവൻ്റെ മുടി മുറിക്കരുത്. 2-ാമത്തെ കൽപ്പന, വീഞ്ഞോ കൂടുതൽ കടുപ്പം കൂടിയ ലഹരികളോ അവന് കൊടുക്കരുത്. ഏറെ വിശുദ്ധമായി അനുഗ്രഹീതമായി സാംസൺ എന്ന് പറയുന്ന വീരപുരുഷൻ ജീവിച്ച് മുന്നോട്ട് പോകുന്നു. സഹോദരങ്ങളെ, ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു സിംഹം അവൻ ഒരിക്കൽ നായാട്ടിന് പോയപ്പോൾ അവൻ്റെ നേരെ അലറി വന്നു. സിംഹത്തെ അവൻ ആട്ടിൻ കുട്ടിയെ എന്നതുപോലെ ചിതറിച്ച് കളഞ്ഞു എന്നാണ് ബൈബിൾ പറയുന്നത്. വളരെ കോമളനായിരുന്നു, വളരെ അനുഗ്രഹീതനായിരുന്നു, വളരെ അഭിഷേകമുള്ളവനായിരുന്നു. ഓരോ പ്രാവശ്യവും തിന്മയെ അവൻ നേരിടുമ്പോൾ ബൈബിൾ എഴുതുന്നത് ഇങ്ങനെയാണ്: ഇതാ അവൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ കൂടുതൽ ശക്തി നൽകിയതുകൊണ്ട് അവൻ ഇതെല്ലാം ചെയ്യാൻ കഴിഞ്ഞുവെന്ന്. നാളുകൾ പിന്നിട്ടു. ഇസ്രായേൽ സമൂഹം മുഴുവൻ 40 വർഷത്തോളം ഫിലിസ്ത്യർ എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ അടിമത്തത്തിൽ വരുന്ന സമയം. ഫിലിസ്ത്യരുടെ കൈകളിൽ നിന്നും ഇസ്രായേലിനെ മോചിപ്പിക്കാൻ പരിശുദ്ധാത്മാവായ ദൈവം നിയോഗിച്ചത് ഈ അനുഗ്രഹീതനായ അഭിഷിക്തൻ ആയ സാംസനെയാണ്. സഹോദരങ്ങളെ, സാംസൺ ഇസ്രായേലിന് വേണ്ടി പൊരുതിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സമയമാണ്. ഈ സമയത്ത് ഫിലിസ്ത്യരുടെ സമൂഹം ഒരു പറ്റം ജനം കടന്നു വന്ന്, ഒരു പറ്റം പടയാളികൾ കടന്നു വന്നുകൊണ്ട് ഇതാ ഒരു ദിവസം പ്രഭാതത്തിൽ സാംസനെ തകർക്കാൻ ശ്രമിക്കുന്നു. അവനെ കെട്ടിയിട്ടിട്ട് അവനെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് സാംസൺ ഇതാ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി അവനിൽ അതുല്യമാകുന്ന വിധത്തിൽ, വ്യാഖ്യാനിക്കാൻ കഴിയാത്ത വിധത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ തന്നെ കെട്ടിയിരുന്ന കയറെല്ലാം പൊട്ടിച്ചുകൊണ്ട് 1000 പേരെയും ചിതറിച്ച് കളയുകയാണ്. ചിതറിച്ച് കളയുന്നത് വെറുതെ കളയുകയല്ല, ഒരു കഴുതയുടെ താടിയിൽ ഉപയോഗിച്ച് അവൻ നശിപ്പിച്ചു കളഞ്ഞുവെന്നാണ് ബൈബിളിൽ പറയുന്നത്. സഹോദരങ്ങളെ, ഇവൻ ശക്തിമാനായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഫിലിസ്ത്യരുടെ രഹസ്യ ന്യായാധിപന്മാർ, രഹസ്യ സംഘ നേതാക്കളിരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഏതൊരു ശക്തനായ മനുഷ്യനും ദുർബലമായൊരു കണ്ണി ഉണ്ടാകുമല്ലോ, ഏതൊരു ധീരതയുള്ള മനുഷ്യനും ദുർബലമായ ഒരു വീക്ക് പോയിൻ്റ് ഉണ്ടാകുമല്ലോ. അവരിരുന്ന് ആലോചന നടത്തി. ആലോചന സംഘത്തിൽ ഇങ്ങനെയൊരു ചിന്ത വന്നു: നമുക്ക് അവനെ പീഡിപ്പിക്കാനും അവനെ വശീകരിക്കാനുമായി ദലീല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പറഞ്ഞു വിടാം. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, എത്ര കണ്ട് ആത്മീയരായി വളരുന്ന വ്യക്തികളാണ് നമ്മളെങ്കിലും, എത്ര കണ്ട് ശുശ്രൂഷകൾ നയിക്കുന്ന വ്യക്തികളാണ് എങ്കിലും, എത്ര കണ്ട് സഭാസമൂഹങ്ങളെ നയിക്കുന്ന വ്യക്തികളാണെങ്കിലും, നിനക്കും എനിക്കും നമുക്ക് മാത്രം അറിയാവുന്ന ഒരു ദുർബലമായ കണ്ണിയുണ്ട്, ഒരു വീക്ക് പോയിൻ്റ് ഉണ്ട്. ഈ വീക്ക് പോയിൻറ്റിനെയാണ് എപ്പോഴും ശത്രുഗണം നമ്മളെ തോൽപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് പിശാചും അവൻ്റെ കിങ്കരന്മാരും സകല രഹസ്യമായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ദലീല എന്നുള്ള പെൺകുട്ടി സാംസന്റെ സമീപത്ത് ചെന്നു. സാംസനോട് ചോദിച്ചു: ഓ സാംസൺ, നീ അജയ്യമായ ശക്തിയുള്ളവനാണല്ലോ, നിനക്ക് എവിടെ നിന്ന് കിട്ടുന്നു ഇത്രയധികം ശക്തി? കാരണം ഫിലിസ്ത്യരുടെ വലിയ ആളുകൾ വന്ന് യുദ്ധത്തിന് വന്നിട്ട് നീ പിടിച്ചു നിൽക്കുന്നു, നീ മറുതലിച്ച് നിൽക്കുന്നു, അവരെ എല്ലാവരെയും നീ നശിപ്പിക്കുന്നു, നിനക്ക് എവിടെ നിന്ന് കിട്ടുന്നു ഈ ശക്തി? സഹോദരങ്ങളെ, ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: 2 പ്രാവശ്യം
ദലീല എന്നുള്ള പെൺകുട്ടിയോട് അവൻ നുണയാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞു, ഒരു ചണനൂലിൽ നീ എന്നെ കെട്ടിയിട്ടാൽ എൻ്റെ ശക്തി നശിച്ചു പോകുമെന്ന്. പക്ഷേ അത് നുണയായിരുന്നു. പിറ്റേ ദിവസം ഫിലിസ്തീനയുടെ സമൂഹം അവനെ ആക്രമിക്കാൻ വരുമ്പോൾ അവൻ ചണനൂല് പൊട്ടിച്ചുകൊണ്ട് ഫിലിസ്തീനെ നശിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ ദിവസവും ഇതുപോലെ തന്നെയുള്ള ഒരു നുണയാണ് അവൻ പറഞ്ഞത്. എന്നാൽ ഒരു മൂന്നാമത്തെ ദിവസമായപ്പോൾ ദലീല ചെന്ന് സാംസൻ്റെ കാതുകളിൽ ഊതിയത് ഇങ്ങനെയാണ്: ഓ സാംസ, നിൻ്റെ ഹൃദയം എനിക്ക് തരാതെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഓ സാംസൺ, നിൻ്റെ ഹൃദയം എനിക്ക് തരാതെ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഹൃദയത്തിൻ്റെ വെച്ചുമാറ്റമാണ് ആത്മാവ് നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അവനിൽ നഷ്ടമാകുന്നത് അവനിൽ ദൈവം കൊടുത്ത ഹൃദയമാണ്, ദൈവം കൊടുത്ത ആത്മാവാണ്. അതോടെ അവൻ്റെ സ്വന്തമല്ലാതാകുന്നു, അവൻ മറ്റുള്ള ആരുടെയോ ഭാഗമായി മാറുന്നു. അന്ന് രാത്രിയിൽ അവൻ്റെ ഹൃദയം, ശരീരമല്ല അന്ന് വെച്ചു മാറിയത്, ഏറ്റവും പ്രത്യേകതമായി അന്ന് വെച്ചു മാറിയത് അവൻ്റെ ഹൃദയമാണ്, അവൻ്റെ മനസ്സാണ്, അവൻ്റെ ആത്മാവാണ്. അവൻ പറഞ്ഞു ദുർബലമായ നിമിഷത്തിൽ, ദലീല, എൻ്റെ ദേഹത്ത് ആര് ക്ഷൗരക്കത്തി വെക്കുന്നുവോ, ആര് എൻ്റെ മുടി മുറിച്ച് കളയുന്നുവോ, അപ്പോൾ എൻ്റെ ശക്തി നശിച്ചു പോകും. സഹോദരങ്ങളെ, അന്ന് സാംസൺ കിടന്നുറങ്ങുമ്പോൾ അവൻ്റെ സമീപത്ത് ചെന്ന് അവൻ്റെ മുടി ഇവൾ മുറിച്ചു കളഞ്ഞു. പിറ്റേ ദിവസം ഉടനെ തന്നെ പ്രഭാതത്തിൽ ദലീല ഫിലിസ്ത്യരോട് കാര്യം പറഞ്ഞു. അവൻ്റെ ശക്തി നശിച്ചു പോയിട്ടുണ്ട്, അവൻ സത്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ ദുർബലമായ കണ്ണിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ അമ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അവനെ വളരെ പെട്ടെന്ന് തന്നെ തോൽപ്പിക്കാൻ കഴിയും. അവരുടെ ഒരു സംഘം കടന്നു വരുന്നു. സഹോദരങ്ങളെ, അവൻ തലേ ദിവസങ്ങളിൽ എങ്ങനെ ഫിലിസ്ത്യരെ നേരിടുവാൻ വേണ്ടി കരങ്ങൾ കാര്യമായി കൂട്ടിച്ചേർത്തുവോ, അതുപോലെ തന്നെ അവരെ തോൽപ്പിക്കാൻ പുറത്തേക്ക് ചാടിയിറങ്ങി. എന്നാൽ സഹോദരങ്ങളെ, അവർ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വളരെ എളുപ്പത്തിൽ ഫിലിസ്ത്യരുടെ സംഘം വന്ന് അവനെ തകർത്ത് കളഞ്ഞു. പിന്നീട് ബൈബിൾ പറയുന്ന വചനം വളരെ ശ്രദ്ധേയമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് സാംസനെ വിട്ടുപോയത് സാംസൺ പോലും അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആത്മാവ് കടന്നു വരുന്നത് നമ്മൾ മാമോദീസ സ്വീകരിക്കുമ്പോൾ എന്തൊരു ആഘോഷമാണ്, സ്ഥൈര്യലേപനം സ്വീകരിക്കുമ്പോൾ എന്തൊരു ആഘോഷമാണ്, ഓർഡിനേഷൻ പൗരോഹിത്യം സ്വീകരിക്കുമ്പോൾ എന്തൊരു ആഘോഷമാണ്. എന്നാൽ ഒരാഘോഷവും ഇല്ലാതെയാണ് ആത്മാവ് നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: അജയ്യമായ ശക്തിയുള്ള സാംസണിൽ നിന്ന് ദൈവാത്മാവ് ഇറങ്ങിപ്പോയത് സാംസൺ പോലും അറിഞ്ഞില്ല. അഭിഷിക്തൻ വീണ്ടും പല സ്റ്റെപ്പുകളായി അധപ്പതിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. സാംസനെ പിടിച്ചു കൊണ്ടുപോയി ആദ്യം അവൻ്റെ കണ്ണുകൾ അവർ ചുഴന്നെടുത്ത് കളഞ്ഞ് അവനെ ഗാസായിലേക്ക് അവിടെ കൊണ്ടുപോയി രാജ്യത്തിൻ്റെ ഭടന്മാരും നേതാക്കന്മാരും സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകളും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് ചോദിച്ചു, ഇനി ഇവൻ എന്ത് ചെയ്യണം? അപ്പോൾ ഒരു പറ്റ ആളുകൾ പറഞ്ഞു, നമുക്കിവനെ കുറേ അഭ്യാസം കാണിപ്പിക്കാം. സഹോദരങ്ങളെ, അഭിഷേകമുണ്ടായിരുന്ന സാംസനെ ഒരുപാട് അഭ്യാസം കാണിപ്പിക്കുകയാണ്. അവനോട് ഇന്ന ഗോഷ്ഠി കാണിക്കാൻ പറയും, അപ്പോൾ അവൻ ആ വിധത്തിൽ അഭ്യാസം കാണിക്കും. അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവൻ സർവശക്തനായ ദൈവത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഓ ദൈവമേ, ഒരിക്കൽ കൂടി ആ അജയ്യമായ ശക്തി നീ എനിക്ക് തന്നിരുന്നെങ്കിൽ, ഒരിക്കൽ കൂടി നിൻ്റെ ആ മൈറ്റി പവർ എന്നിലേക്ക് നീ അയച്ചിരുന്നെങ്കിൽ. സഹോദരങ്ങളെ, അവൻ മുഴുവൻ ശക്തി ഉപയോഗിച്ച് അവിടെ കണ്ണ് ചുവഴ്ന്നെടുത്ത് കളഞ്ഞെങ്കിലും എങ്ങും അവന് ചലിക്കാൻ കഴിയുകയില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ബോഡി അനക്കിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന തൂണുകളെല്ലാം അവൻ നശിപ്പിച്ചു കളഞ്ഞു. ആ വലിയ കൊട്ടാരം തകർന്ന് വീണ് ഫിലിസ്ത്യരുടെ പ്രധാനപ്പെട്ട നേതാക്കളും ഒപ്പം സാംസണും മരിച്ചു പോകുന്നു, ഒപ്പം സാംസണും നശിച്ചു പോകുന്നു. നമ്മൾ ഓർക്കണം, ഉന്നതമായ പദവി സ്ഥാനം പുലർത്തിയിരുന്ന സാംസൺ, വലിയ അഭിഷേകമുണ്ടായിരുന്ന സാംസൺ വെറും അഭ്യാസിയായി അവസാനം മരിച്ചു പോകുന്നു. ആത്മാവ് നഷ്ടമായാൽ എനിക്കും നിങ്ങൾക്കുമുള്ളത് മരണമാണ്. ആത്മാവ് നഷ്ടമായാൽ എനിക്കും നിങ്ങൾക്കുമുള്ളത് ഉന്നതമായ അഭിഷേകത്തിൽ നിന്നും അഭ്യാസിയുടെ സ്ഥാനത്തേക്കുള്ള തകർച്ചയാണ്. നമ്മൾ ഇന്ന് എവിടെയാണ്? നമ്മൾ
ഇന്ന് ഏതവസ്ഥയിലാണ്? വെളിപാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 4-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: നിങ്ങളിൽ ചിലർ പറയുന്നത് നിങ്ങൾ ജീവിച്ചിരിക്കുന്നവർ എന്നാണ്, എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മൃതപ്രായരാണ്. നിങ്ങൾ മൃതപ്രായമായ അവസ്ഥയിൽ നിന്നും എഴുന്നേൽക്കുക, നിങ്ങളിൽ ശേഷിക്കുന്ന ജീവനെ ഉത്തേജിപ്പിക്കുക. സഹോദരങ്ങളെ, ആത്മാവ് നമ്മളിൽ മരവിച്ച് പോയിട്ടുണ്ടെങ്കിൽ, ആത്മാവ് മൃതപ്രായമായ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, ആത്മാവ് എല്ലാ വിധത്തിലും തകർന്നും വേദനിച്ചും പോയിട്ടുണ്ടെങ്കിൽ, നമ്മളിൽ നിവേശിപ്പിച്ചിരിക്കുന്ന ആത്മാവിനെ വീണ്ടും ഉത്തേജിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കണം. രണ്ടാമത്, ആത്മാവുള്ള മനുഷ്യൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത, അവന് സ്വാതന്ത്ര്യമുണ്ട്. പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 3:17 വായിക്കുന്നത് ഇങ്ങനെയാണ്: ആത്മാവുള്ളവന് സ്വാതന്ത്ര്യമുണ്ട്. ആത്മാവ് നഷ്ടമായാൽ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടമാകും. ആദ്യ മാതാപിതാക്കളുടെ കഥ തന്നെ നോക്കുക. അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ദൈവപിതാവിനൊപ്പം സായാഹ്നങ്ങളിൽ സവാരി നടത്തിക്കൊണ്ടിരുന്നത്. വൈകുന്നേരമാകുമ്പോൾ ദൈവം വന്ന് പറുദീസായുടെ തിരുമുറ്റത്ത് വന്നുകൊണ്ട് ചോദിക്കും, ഓ ആദം, നീ എവിടെയാണെന്ന് ചോദിക്കും. ആദം എന്ന് വിളിക്കുമ്പോഴത്തേനും ആദം തറവാട് മുറ്റത്തേക്ക് ഓടിയിറങ്ങും. അവർ വൈകുന്നേരങ്ങളിൽ സവാരി നടത്തും. എന്നാൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആത്മാവ് അവരിൽ നിന്ന് നഷ്ടമാകുന്ന സമയത്ത് പതിവ് പോലെ തന്നെ ദൈവം വന്ന് ചോദിച്ചു, ഓ ആദം എന്ന്. ആദത്തെ കാണാനില്ല. ആദം എന്ന് വിളിക്കുമ്പോഴത്തേനും പറുദീസായുടെ തിരുമുറ്റത്തേക്ക് ഇറങ്ങുന്ന ആദത്തെ അന്ന് കാണാനില്ല. ദൈവം ചോദിക്കുന്നു, ചരിത്രത്തിലെയും ബൈബിളിലെയും ആദ്യത്തെ ചോദ്യമാണത്, ആദം നീ എവിടെയാണ്? കാരണം ആദം മരിച്ചു പോയിരുന്നു. ആദം ദൈവത്തിൽ മരിച്ചു പോയിരുന്നു. കാരണം അവനിൽ ആത്മാവ് നഷ്ടമായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ എവരിഡേ ലൈഫിലും ഇത് തന്നെയാണ്. ഒരു കുഞ്ഞും ഒരു പപ്പയും തമ്മിലുള്ള ബന്ധത്തിൽ, പപ്പായോട് നല്ല സ്നേഹത്തിൽ പോകുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് എന്തെങ്കിലും മോശപ്പെട്ടൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ സ്വാതന്ത്ര്യം അങ്ങ് നഷ്ടമാകും. ഒരു അച്ഛനുമായുള്ള ഒരു സഹോദരൻ്റെ ബന്ധം, ഒരു വികാരി അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇടവകയിലെ ഒരു അംഗത്തിൻ്റെ ബന്ധം സത്യത്തിൽ വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. പക്ഷെ എന്നോ ഒരു ദിവസം എന്തൊക്കെയോ സുഖകരമല്ലാത്തൊരു കാര്യം സംഭവിച്ചു. പെട്ടെന്ന് തന്നെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ആ സ്വാതന്ത്ര്യം നഷ്ടമായി. എവിടെയോ ഉണ്ടായിരുന്ന ആ സ്വാതന്ത്ര്യം കൈമോശം വന്നു. സഹോദരങ്ങളെ, സ്വാതന്ത്ര്യം നഷ്ടമായാൽ പുത്രരായിരിക്കേണ്ട നമ്മൾ വെറും ദാസന്മാരായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് ധൂർത്തപുത്രൻ്റെ ഉപമയിൽ പാപം ചെയ്ത് മടങ്ങി വരുന്ന നേരത്ത് അവൻ പറയുന്നത് ഇങ്ങനെയാണ്: ഓ പിതാവേ, സ്വർഗത്തിനെതിരായും അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു. അതുകൊണ്ട് ഇനിമേൽ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. എന്നെ ദാസരിൽ ഒരുവനായെങ്കിലും പരിഗണിക്കണമേ എന്ന്. സ്വാതന്ത്ര്യം നഷ്ടമാകുന്നു. അപ്പൻ്റെ മേൽ, മാതാപിതാക്കളുമായുള്ള ബന്ധങ്ങളുടെ മേൽ, സഹോദരങ്ങളുമായുള്ള ബന്ധങ്ങളുടെ മേൽ എല്ലാം നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടമാകും. ആത്മാവ് നഷ്ടപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട വ്യക്തിയാണോ നീ? ആത്മാവ് നഷ്ടമായത് മൂലം സ്വാതന്ത്ര്യം നഷ്ടമായ വ്യക്തിയാണോ നീ? കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് പറയാം, നമുക്ക് പ്രാർത്ഥിക്കാം, ഓ കർത്താവേ, എനിക്ക് നൽകപ്പെട്ട ആത്മാവിൽ കുറേ കൂടി വളരുവാൻ, ആ സ്വാതന്ത്ര്യത്തിലേക്ക് വളരുവാൻ ഉള്ള കൃപയും ശക്തിയും നീ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹീതമായ ഈ സമയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉപാസന ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു. ബലവാൻ
പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണയുണ്ടാകേണമേ. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 2-ാമത്തെ തിരുവചനം. ജീവിക്കുന്നവർ എന്നാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുന്നത്, എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മരിച്ചവരെ പോലെയാണ്. നിങ്ങളിൽ ആസന്ന മരണമായിരിക്കുന്ന ജീവനെ നിങ്ങൾ ഉത്തേജിപ്പിക്കണം. ദിവ്യകാരുണ്യ കർത്താവേ, കൗദാശികമായും ദൈവികമായ ശുശ്രൂഷകളിലൂടെയും ആത്മാവിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ മനുഷ്യരാണ് ഞങ്ങൾ. ആത്മീയമായ ഒരുപാട് നന്മകളും ഒരുപാട് കൃപകളും സ്വീകരിച്ചിട്ടുള്ള വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും സഭയുമാണ് ഞങ്ങളുടേത്. എന്നാൽ ജീവിതയാത്രക്കിടയിൽ എവിടെയൊക്കെയോ വെച്ച് ഞങ്ങളുടെ ആത്മാവ് മരവിച്ചു പോയി, ഞങ്ങൾക്ക് കൈമോശം വന്നുപോയി. ദിവ്യകാരുണ്യ കർത്താവേ, ഈ അനുഗ്രഹീതമായ സമയം ഒരിക്കൽ കൂടി അങ്ങയെ വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ മരവിച്ചു പോയ ആത്മീയമായ ശക്തിയെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി, ഞങ്ങളിൽ മരിച്ചുപോയ ആത്മാവിനെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ദിവ്യകാരുണ്യ കർത്താവേ, ഞങ്ങളിലേക്ക് ശക്തിയായി അഭിഷേകമായി കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, പാവനാത്മാവേ, ഇറങ്ങി വരേണമേ. ആത്മാവേ, പാവനാത്മാവേ, ഇറങ്ങി വരേണമേ. അങ്ങെ തേടുമി ദാസരിൽ നിറയണമേ. വരമഴയായി പെയ്യണമേ. അങ്ങെ തേടുമി ദാസരിൽ നിറയണമേ. വരമഴയായി പെയ്യണമേ. ആത്മാവേ, പാവനാത്മാവേ, ഇറങ്ങി വരേണമേ. ആത്മാവേ, പാവനാത്മാവേ, ഇറങ്ങി വരേണമേ. ദിവ്യകാരുണ്യ യേശുവിലേക്ക് നമ്മുടെ മനസ്സും ഹൃദയവും നമുക്ക് ഉയർത്താം. ജീവിതത്തിലെ ഏതൊരു സാഹചര്യത്തിൽ വെച്ചാണ് ആത്മീയമായ ശക്തി നമുക്ക് കൈമോശം വന്നു പോയത് എന്ന് ഏറെ സ്നേഹത്തോടു കൂടി നമുക്ക് ധ്യാനിക്കാം. ഒരുപക്ഷെ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന ചിലരെങ്കിലും ആത്മീയമായ നേതൃത്വം വഹിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഒരുപാട് കർത്തൃ ശുശ്രൂഷയിൽ വ്യാപരിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കാം. പ്രാർത്ഥനാ സമൂഹങ്ങളെ നേതൃത്വം വഴി നയിച്ചിരിക്കുന്ന വ്യക്തിയായിരിക്കാം. ദൈവികമായ ശുശ്രൂഷയിൽ ഏറെ സന്തോഷം കണ്ടെത്തിയ വ്യക്തിയായിരിക്കാം.
സന്യാസ ജീവിതത്തിലോ പൗരോഹിത്യ ജീവിതത്തിലോ നാളുകളായി ചിലവഴിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ഈ യാത്രക്കിടയിൽ എവിടെയോ വെച്ച് എൻ്റെ യേശുവിൻ്റെ ആത്മാവിനെ എൻ്റെ ഹൃദയത്തിൽ നിന്നും എനിക്ക് കൈമോശം വന്നുപോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഏറെ സ്നേഹത്തോടെ ദിവ്യകാരുണ്യ യേശുവിലേക്ക് നമ്മുടെ ഇരു കരങ്ങൾ നമുക്ക് നീട്ടാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറെ സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി എല്ലാവരും ആവർത്തിക്കട്ടെ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അങ്ങയുടെ ആത്മാവിനെ വലിയ ശക്തിയോടെ ഞങ്ങളുടെ മേൽ അയക്കണമേ, ഞങ്ങളുടെ മേൽ അയക്കണമേ, ഞങ്ങളുടെ മേൽ അയക്കണമേ, ഞങ്ങളുടെ മേൽ അയക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ബലപ്പെടുത്തണമേ, കൂടുതൽ ജീവൻ ലഭിക്കുവാൻ, കൂടുതൽ ശക്തിയോടെ ശുശ്രൂഷ ചെയ്യുവാൻ, ദിവ്യകാരുണ്യ യേശുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നീ കടന്നു വരണമേ, നീ കടന്നു വരണമേ, ഞങ്ങളെ ജീവനിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ദൈവമേ നന്ദി, ദൈവമേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന. ആത്മാവേ, പാവനാത്മാവേ, ഇറങ്ങി വരേണമേ. ആത്മാവേ, പാവനാത്മാവേ, ഇറങ്ങി വരേണമേ. അങ്ങേ തേടുമീ ദാസരിൽ നിറയണമേ, വരമഴയായി പെയ്യണമേ. അങ്ങേ തേടുമീ ദാസരിൽ നിറയണമേ, വരമഴയായി പെയ്യണമേ. ആത്മാവേ, പാവനാത്മാവേ, ഇറങ്ങി വരേണമേ. ആത്മാവേ, പാവനാത്മാവേ, ഇറങ്ങി വരേണമേ. ആത്മീയമായ ശക്തി വീണ്ടും ഉത്തേജിപ്പിക്കുമെന്ന പ്രതിജ്ഞയിൽ ദിവ്യകാരുണ്യ യേശുവിനെ നമുക്ക് വണങ്ങാം. എന്നിൽ അവശേഷിപ്പിക്കുന്ന വീണ്ടും ദൈവം എനിക്ക് കൂടുതൽ ശക്തിയും കരുത്തും നൽകി ആത്മീയ ശുശ്രൂഷയിൽ വ്യാപരിക്കാൻ എൻ്റെ കർത്താവ് എന്നെ ബലപ്പെടുത്തുമെന്നുള്ള വിശ്വാസത്തിൽ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. Bless the Lord, my soul, and bless God's holy name. Bless the Lord, my soul, who leads me into life. Bless the Lord, my soul, and bless God's holy name.